ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ നമുക്ക് എല്ലാവർക്കും നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് ഉലത്തിയതാണ്. ഇത് വളരെ സ്വാദിഷ്ടമാണ്. അതുപോലെ തന്നെ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയും അതുപോലെ തന്നെ ബ്രെഡിൻ്റെ കൂടെയും അതുപോലെ അപ്പത്തിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഈ ബീഫ് ഉലത്തിയത് എങ്ങനെയാണ് തയ്യാറാക്കിയത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആവശ്യത്തിനുള്ള ബീഫ് എടുത്തിട്ടുണ്ട്. അത് ഇത്രയും ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ നമുക്ക് മഞ്ഞൾപ്പൊടി ഒരു ഇച്ചിരി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ആദ്യം ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത്രയും കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ശകലം മല്ലിപ്പൊടിയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഒരു നുള്ളു ഉപ്പിട്ട് കൊടുക്കുക, ആവശ്യത്തിന് മാത്രം. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഈ മസാലകളെല്ലാം കൂടി നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് എല്ലായിടത്തും നന്നായിട്ട് ഈ മസാല ഒന്ന് പിടിപ്പിക്കണം നമുക്ക്. അപ്പോൾ നമ്മളെല്ലാം ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു ശകലം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമ്മൾ മുമ്പ് ഇങ്ങനെ മിക്സാക്കി വെച്ചിരിക്കുന്ന ഈ ബീഫ് ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ മസാലയൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ മസാല നന്നായിട്ട് പിടിച്ച് കിട്ടും. അപ്പോൾ നമ്മളുടെ പൊടികളെല്ലാം നന്നായിട്ട് ഇതിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് മീറ്റ് മസാലയാണ്. ഞാൻ ഇത്രയും മീറ്റ് മസാലയാണ് ചേർക്കുന്നത്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പം നമ്മുടെ മസാലയൊക്കെ പെട്ടെന്ന് തന്നെ ബീഫിൽ നന്നായിട്ട് പിടിച്ച് കിട്ടുന്നതിനാണ് നമ്മളിങ്ങനെ ചെയ്യണത്. അത് ഇങ്ങനെ ഇളക്കി നന്നായിട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇതൊരു കുക്കറിലേക്ക് മാറ്റാം. ഞാൻ ഈ ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത്. നമുക്കിനി ഇതിലേക്ക് ഇതിട്ട് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ചല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ഒരു ശകലം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഞാൻ തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ തേങ്ങാക്കൊത്ത്, ഇത്രയും തേങ്ങാക്കൊത്ത് ഞാനിവിടെ ഇങ്ങനെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇതും കൂടി ഇട്ട് കൊടുക്കുക. അതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഇച്ചിരിയും കൂടി ചേർത്ത് കൊടുക്കുക നമുക്ക്. എന്നിട്ട് നമുക്ക് ഇതും കൂടി മിക്സ് ആക്കിയിട്ട് ഇത് കുക്കറിൽ നമുക്കൊന്ന് വേവിച്ചെടുത്താൽ മതി. അതുകൂടി നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുക്കർ നമുക്കൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ ബീഫ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച പാത്രത്തിലേക്ക് നമ്മൾക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത്, ഞാൻ കുറച്ച് ബീഫിൻ്റെ നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഉരുകി വരണം. ഇതിന് വേണ്ടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ എണ്ണയിൽ കിടന്ന് ഈ നെയ്യ് നന്നായിട്ട് മിക്സ് ആവട്ടെ. നമ്മുടെ ബീഫിൻ്റെ നെയ്യും കൂടി നമ്മുടെ ബീഫിലേക്ക് ചേരുമ്പോഴാണ് കറക്റ്റ് ഒരു ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടാണ് ഞാനിത് ചേർത്തത് എൻ്റെ അകത്തേക്ക്. അപ്പം ബീഫിൻ്റെ നെയ്യ് നന്നായിട്ട് ഉരുകി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, കണ്ടോ, കറക്റ്റായിട്ട് ഉരുകി കണ്ടോ, അതിൻ്റെ എണ്ണയാണ് ഇത്. ഉണ്ടായി നന്നായിട്ട് ഉരുകി വന്നിട്ടുണ്ട്. ഇനി കുറച്ചും കൂടി നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇപ്പം നമ്മളിനി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാൻ പോകുന്നത് ഇത്രയും ഇതാണ്. മറ്റേ അതുപോലെ വെളുത്തുള്ളി, ഇഞ്ചിയും അരിഞ്ഞ് വെച്ചേക്കണത്, തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ചെറിയ ഉള്ളി തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, 2 പച്ചമുളക്. ഇതാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് കിട്ടണം ആദ്യം ഇതിൻ്റെ കൂടെ കിടന്ന്. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെറിയ ഉള്ളിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഇത് ഇട്ട് ഇതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുക്കണം. എന്നിട്ട് ഞാൻ ഇതിലേക്ക് സൈഡിലേക്ക് കുറച്ച് തക്കാളി എടുത്ത് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. തക്കാളി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് 2 പച്ചമുളകും കൂടി ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. കറിവേപ്പില തണ്ടും കൂടി ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് പിന്നെ ചേർക്കാൻ പോകുന്ന 1 നുള്ളു ഉപ്പും കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് വടന്ന് കിട്ടും. 1 നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് ഉള്ളി മാത്രം ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ആദ്യം ഉള്ളി മാത്രം ഇതിങ്ങനെ സൈഡിലേക്ക് ഒരുക്കി കൊടുത്തിട്ട് ഇത് മാത്രം ഒന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് നന്നായിട്ടൊന്ന് വടന്ന് കിട്ടണം നമുക്കിനി. ഇനി നമുക്കൊന്ന് മൂടി വെക്കാം. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കാം. ഉണ്ടോ? അപ്പം നമ്മുടെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ അകത്തേക്ക് ഞാൻ ആദ്യം ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. മുമ്പ് നമ്മൾ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തായിരുന്നു. അതുകൊണ്ട് അതനുസരിച്ച് കുറച്ച് ചേർത്താൽ മതി. ഇച്ചിരി കുറച്ച് ചേർക്കുക. ഇത്രയും മതി. എന്നിട്ട് ഇതൊന്ന് മൂപ്പിക്കണം. ഇതിന് ശേഷം തന്നെ ഞാൻ കുറച്ച് മസാലപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത്ര അളവിലാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇത്രയും മതി. എന്നിട്ട് തന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ അതും കുറച്ച് ചേർത്താൽ മതി. നമ്മൾ മുമ്പ് ചേർത്ത് കൊടുത്തതാണ്. അതുകൊണ്ട് ഇത്ര അളവിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂത്ത് കിട്ടണം. ഇതിൻ്റെ ആ പച്ച മണമൊക്കെ മാറി നല്ല ഇതാകണം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തക്കാളിയും കൂടി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതുപോലെ നല്ല മണം നന്നായിട്ട് വരുന്നുണ്ട്. ആ മസാലയുടെയൊക്കെ കണ്ട നല്ല ആ നെയ്യുടെ മണമൊക്കെ നന്നായിട്ട് വരുന്നുണ്ട്. ഒരു പ്രത്യേക മണം, നല്ല സ്മെല്ലാണ് വരുന്നത്. അതുകൊണ്ട് ഇനിയാണ് നമുക്കിതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുക. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ? ഈ ബീഫ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുക. ഇങ്ങനെ ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ അകത്ത് കിടന്നത് നന്നായിട്ട് വഴന്ന് നന്നായിട്ട് ഒലന്ന് വരണം. ഉണ്ടോ? ബീഫൊക്കെ നല്ല കറക്റ്റായിട്ട് തന്നെ വെന്ത് നമുക്ക് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ഇതിൽ പിടിച്ചിട്ടുണ്ട്. കണ്ടോ? ഇങ്ങനെ തന്നെ വേണം ഇത് നമുക്ക് കിട്ടാൻ. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇങ്ങനെ ഉലത്തിയെടുക്കണം. അപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് ഒലന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഇത്രയും സബോള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു സബോളയുടെ പകുതിയാണ്. ഇനി നമുക്ക് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതും കൂടി ഇതിൻ്റെ കൂടെ കിടന്ന് ഒന്ന് മിക്സ് ആകണം. ഒപ്പം തന്നെ ഞാൻ ഇത്രയും കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ചതച്ച് വെച്ചതാണ്. കുരുമുളക് ചതച്ചതാണ്. ഈ ചതച്ച പൊടി നമുക്ക് ഇതിലേക്ക് വിതറി കൊടുക്കാം. ഇതുപോലെ ഇതും കൂടി ഇതിൻ്റെ അകത്തേക്ക് കിടന്ന് നന്നായിട്ട് മിക്സ് ആവണം. കുരുമുളക് ആ ബീഫിൽ നന്നായിട്ട് അതിൻ്റെ ആ ടേസ്റ്റ് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഒരു പ്രത്യേക രുചിയായിരിക്കും നമ്മുടെ ബീഫ് ഉലത്തിയതിന്. അപ്പം നമ്മുടെ ബീഫ് നന്നായിട്ട് ഉലന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ ഒരു കൂട്ടും കൂടി റെഡിയാക്കാനുണ്ട്. അത് ഞാൻ ഇവിടെ ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാത്രം ഒന്ന് ചൂടായി വരട്ടെ. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ശകലം ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ പാത്രം ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്കിത് ഒരു ശകലം ഓയിൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഇത്രയും മതി. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് വറ്റൽ മുളകും കറിവേപ്പിലയാണ്. വറ്റൽ മുളകും കറിവേപ്പിലയും കൂടി നമുക്ക് ഇതിലിട്ടൊന്ന് മൂപ്പിക്കണം. ഒന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി. അതിന് ഇത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിലയും വറ്റൽ മുളകും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഇത്രയും മതി. ഇത്രയും മതി. നമ്മളിത് ഇതൊന്ന് കോരി ഇതിൻ്റെ മീതയിലേക്ക് ഇട്ട് കൊടുക്കാനാണ്. കണ്ടോ? ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർത്തത്.
ഒരു തണ്ടും കൂടി ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. ഇതും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഞാനിവിടെ കുറച്ച് കശുവണ്ടി പരിപ്പും അതുപോലെ ബദാമും ഉണക്കമുന്തിരിയും കൂടി മിക്സ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ജസ്റ്റ് ഈ എണ്ണയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇടുമ്പോൾ ഒരു വെറൈറ്റി ആയിട്ടൊരു ടേസ്റ്റ് വരും. ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി, ഒത്തിരി അങ്ങ് മുരിയരുത്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതും കൂടി ഇതിലേക്ക് ഇതേപടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ നമ്മൾ ഒലത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാനിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. ഒരു ശകലം ഗരം മസാല ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ തൂക്കി കൊടുക്കുവാണ്. ഇനി ഞാനിതിലേക്ക് ചേർക്കാൻ പോകുന്നത് മല്ലിയിലയും പുതിനയിലയും കൂടി ഞാൻ ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് തൂക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ബീഫ് ഉലത്തിയത് റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനിയും എൻ്റെ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. താങ്ക്